അവിടെ എഴുന്നേറ്റ് അവിടെ കൊണ്ട് നിർത്തി. അവിടെ കയറിപ്പോ ഒരു തൊല്ലായിരുന്നു. ഒറ്റ വാലയെ പിടിച്ച് തൂങ്ങിയിട്ട് അവനെ വിളിച്ച് പോലീസിനെ വിളിച്ച് പറഞ്ഞ് അവനെ പോലീസുകാർ കൊണ്ടുപോയി. അടുത്ത വേറെ കേസ് കേട്ട് വെള്ളം മൊത്തം അലമ്പായിരുന്നു. അലമ്പെന്ന് പറഞ്ഞാൽ ആൾക്കാർ മാറത്തില്ല. വഴിയിൽ നിന്ന് ആനയുടെ കൊമ്പേ തൊട്ടിട്ടുള്ള ഒരുത്തനും പോയില്ല. അവിടെ കൊണ്ട് നിർത്തി തലയെക്കെട്ടടിച്ച്. അപ്പോഴേക്കും ഒരു പുള്ളിക്കാരൻ വണ്ടി കിടന്ന് ഭയങ്കര റോള് കളിയാ. അപ്പൊ ഞാൻ രണ്ടു പ്രാവശ്യം പുള്ളിയോട് മാറി ചേട്ടാന്ന് ഞാൻ പറഞ്ഞു, മാറ്റിയിരുത്ത്. തൊട്ടപ്പത്തിൽ ഒരു കൊച്ചും നിപ്പുണ്ടായിരുന്നു. ആ കൊച്ചിനെ കൊണ്ട് മാറുന്ന ഞാൻ പറയുന്നുണ്ട്. ഈ പുള്ളി വന്നിട്ട് ആന ഇങ്ങനെ പുള്ളിനെ തന്നെ തുറഞ്ഞോണ്ടിരിക്കും. ഈ പുള്ളി ആദ്യം മാന തുനിക്കൊമ്പേ കയറി തൊട്ട്. ഞാനൊക്കെ കൊമ്പേ തുറന്നത് ഇഷ്ടമൊന്നുമല്ലേ പുറമേക്കാരെ. രണ്ടാമതും തൊട്ട്. മൂന്നാമത് ഞാൻ ഈ പുള്ളിയോടെ തൊടാൻ വേണ്ടി ഇപ്പൊ ഒരു പഴവും ഉണ്ട്. ഇങ്ങനെ നിൽക്കും. അപ്പൊ ഞാൻ ഫ്രണ്ടിലോട്ട് കയറി ചെന്നിട്ട് ചേട്ടാ മാറിയില്ല, കൊച്ചിനെ കൊണ്ട് മാറെന്ന് പറഞ്ഞതാണ് സംഭവം. ഞാൻ ഫ്രണ്ടിലോട്ട് കയറിയും ആന കടന്നു നിൽക്കുകയും ചെയ്യും ഒരുമിച്ച്. പിന്നെ നിങ്ങളൊക്കെ കണ്ടതല്ലേ. കാരണം ആൾക്കാർ ശല്യം ഒരു രക്ഷയില്ല. നമ്മൾ എന്നാ പറയുമ്പോഴും കമ്മറ്റിക്കാരോ നിങ്ങൾ പറയാനാണ് പറഞ്ഞത്. നമ്മളെ പറഞ്ഞിട്ട് എന്തെങ്കിലും മേടിക്കാൻ നടക്കുന്നത്. പിന്നെ പൊതുവേ എത്ര ആൾക്കാരോട് പറയും നമ്മളിത് പൂരം പ്രവർത്തിച്ചിട്ട്. അതാണ് സത്യം. കുറെ പേര് ഇങ്ങനെ മനസ്സിലാക്കട്ടെന്ന് ഞാൻ പറയുള്ളൂ. എന്തോരം പ്രാവശ്യം നമ്മൾ ചേട്ടാ എത്ര പേരോട് പറയും നമ്മൾ മാറിയിരിക്കാൻ എന്നവനൊക്കെ കൊമ്പേ തൊടണം. എല്ലാം വെള്ളം, അത് മറ്റു സത്യം.